വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവരാജ്യത്തിലേക്കും ദൈവ തേജസ്സിങ്കിലേക്കും ഏവർക്കും ഹാർദവമായ സ്വാഗതം. പ്രാർത്ഥിക്കുന്ന ദൈവസഭയോടുള്ള അതിപ്രധാനമായ ഒരു ദൈവിക സന്ദേശവുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ സമീപിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം, ഭാരതത്തെ ആര് ഭരിക്കണം, ഇതാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോടിടപെട്ട ചില ആത്മീയ സന്ദേശങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഞാൻ കൈമാറ്റം ചെയ്യുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും, അതായത് സ്വർഗത്തിലെ ദൈവമാണ് ഈ ഭൂമിയെ ഭരിക്കുന്നത്. അതിൻ്റെ മറ്റൊരു പേരാണ് ദൈവരാജ്യം. രണ്ടാമതായി, തനിക്ക് ബോധിച്ചവന് ആ അധികാരത്തെ കൊടുക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഇഷ്ടപ്രകാരമുള്ള ഒരു ഭരണാധികാരിയെ ദൈവം നിയോഗിക്കുന്നു എന്ന് വചനം പറയുന്നു. മാത്രമല്ല, മനുഷ്യരിൽ ഏറ്റവും എളിയവനായവന് ഭരണം കൊടുക്കുന്നു. അർത്ഥം, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള അഹങ്കാരമില്ലാത്ത വളരെ താഴ്മയുള്ള ജനത്തെ ശുശ്രൂഷിക്കുന്ന ഒരു ഭരണാധികാരിയെ ദൈവം നിയോഗിക്കുന്നു എന്ന് വചനം പറയുകയാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. വചനം വളരെ വ്യക്തമാക്കുന്നത്, ഈ ഭൂമിയിൽ ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. എല്ലാ അധികാരങ്ങളും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അധികാരങ്ങളാണെന്ന് വചനം പറയുകയാണ്. ഇനി ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ ആലോചന, ആകയാൽ അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് എതിർക്കുകയാണ്. എതിർക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. എനിക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഭരണമോ ഭരണാധികാരിയോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഭരണമോ ഭരണാധികാരിയോ വന്നാലും ആ അധികാരത്തെ മാനിക്കണം. അതിനെ എതിർത്താൽ നാം ദൈവത്തിൻ്റെ വ്യവസ്ഥിതിയോട് എതിർക്കുകയും ദൈവത്തിൽ നിന്ന് ശിക്ഷാവിധി പ്രാപിക്കുകയും ചെയ്യും. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദൈവസഭ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. വിശേഷാൽ അധികാരങ്ങൾക്ക് വേണ്ടി, അധികാരസ്ഥർക്കു വേണ്ടി, ഭരണകർത്താക്കൾക്കു വേണ്ടി ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെന്നാണ്. സഭയ്ക്ക് മേലുള്ള, സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന വലിയ നിയോഗമാണ് രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക, ഇലക്ഷനു വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണകർത്താക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവമാണ് ഭരിക്കുന്നത്. പുതിയ ഉടമ്പടി പ്രകാരം ദൈവത്തിൻ്റെ ഈ അധികാരം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിൽ വന്ന് സകല മനുഷ്യവർഗത്തിൻ്റെയും പാപങ്ങളെ വഹിച്ച് കാൽവറി ക്രൂശിൽ മരണമനുഭവിച്ച്
മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് രാജാതി രാജാവായി കർത്താതി കർത്താവായിരിക്കുന്ന സകല നാമത്തിനും മീതെ ഉന്നതമായ നാമമുള്ള, സകല അധികാരങ്ങൾക്ക് മീതെ ഉന്നതമായ അധികാരമുള്ള യേശു ക്രിസ്തുവാണ് ഇന്ന് ഭരണകർത്താവ്. അവനാണ് രാജാക്കന്മാരെ നിയോഗിക്കുന്നത്, അവനാണ് ഭരണാധികാരികളെ നിയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ ദൈവസഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അധികാരം ഇന്ന് ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത്, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത് പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ സവിശേഷമേറിയ പ്രാർത്ഥനയിലൂടെയാണ്. ദൈവസഭ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിൻ്റെ അധികാരം, യേശുക്രിസ്തുവിൻ്റെ അധികാരം ഇന്ന് ദൈവസഭയ്ക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ദൈവസഭയാണ്, ദൈവരാജ്യമാണ് ഈ ഭൂമിയിൽ വാഴേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ മാത്രമേ ദൈവത്തിന് ഈ ഭൂമിയിൽ ഇടപെടാൻ കഴിയുള്ളൂ എന്ന് വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആകയാൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കണം, ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കേണ്ടത് ദൈവസഭയുടെ പ്രാർത്ഥനയാണ്. സഭ കേൾക്കേണ്ടത് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ പറയുന്ന അവരുടെ സർവേകളും അവരുടെ പഠനങ്ങളും നിഗമനങ്ങളും അല്ല, ആര് ഭരിക്കുമെന്നുള്ള കേൾവി അവർ പറഞ്ഞത് അനുസരിച്ചല്ല ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് സ്വർഗത്തിലെ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു ഭരണമുണ്ടാകുവാൻ സഭ പ്രാർത്ഥിക്കണം. എന്താണ് സഭ പ്രാർത്ഥിക്കേണ്ടത്? ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചതുപോലെ താഴ്മയുള്ള, അഹങ്കാരമില്ലാത്ത, ജനത്തെ ശുശ്രൂഷിക്കുന്ന ഹൃദയമുള്ള ഒരു ഭരണാധികാരിയും ഭരണവും നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകണം. ഇന്ത്യ വളരെ സവിശേഷതകളുള്ള ഒരു രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ മുദ്രാവാക്യം. അനേക വിശ്വാസ ആചാരങ്ങളും അനേകം മതങ്ങളും അനേക ഭാഷക്കാരും ഗോത്രക്കാരും വർഗക്കാരുമുള്ള വളരെ മനോഹരമായിരിക്കുന്ന വൈവിധ്യമുള്ള ഒരു സംസ്കാരം നമ്മുടെ ഭാരതത്തിലുണ്ട്. ഈ എല്ലാ വിശ്വാസ ആചാരങ്ങളെയും മതങ്ങളെയും ഭാഷക്കാരെയും ഭാഷകളെയും ഒരുപോലെ മാനിക്കുന്ന, സ്നേഹിക്കുന്ന, ദൈവഹൃദയമുള്ള ഒരു ഭരണാധികാരി നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാകണം. അങ്ങനത്തെ ഒരു ഭരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവസഭ ശരിയാവണ്ണം പ്രാർത്ഥിച്ചിട്ടില്ല. ഇനിയും ഭാരതത്തിൽ ദൈവസഭയ്ക്ക് പ്രതികൂലങ്ങളും പീഡനങ്ങളും വർദ്ധിക്കും എന്നാണ്. അല്ല, അങ്ങനത്തെ ഒരു ഭരണവും ഭരണാധികാരിയും ഇന്ത്യയിലുണ്ടായാൽ അനേക വർഷങ്ങളായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഉണർവ് ഇന്ത്യയിൽ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങളായി സഭ, ഭാരതസഭ, ലോകമെമ്പാടുമുള്ള ദൈവസഭ ഇന്ത്യക്കു വേണ്ടിയും ഇന്ത്യയിലുള്ള ദൈവസഭയുടെ ഉണർവിനു വേണ്ടിയും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭരണവും ഭരണാധികാരിയും ഉണ്ടായാൽ ദൈവസഭയിൽ ഉണർവ് ആരംഭിക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും നാം പ്രാർത്ഥനയിൽ തുടരുകയാണ്. ഈ ദൈവശബ്ദത്താൽ, ഈ ദൈവിക ആലോചനകളാൽ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള
ഒരു വലിയ ഭാരമുണ്ടാകട്ടെ. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പൊതു തെരഞ്ഞെടുപ്പ് ഏറ്റവും സമാധാനമായി നടപ്പാക്കുവാൻ, ഏറ്റവും നീതിപൂർവമായി നടപ്പാക്കുവാൻ നമുക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം. ദൈവം അവൻ്റെ ഹൃദയപ്രകാരമുള്ള, അവൻ്റെ വചനത്തെ അനുസരിക്കുന്ന, താഴ്മയുള്ള, അഹങ്കാരമില്ലാത്ത ഒരു ഭരണത്തെയും ഭരണാധികാരിയെയും നമുക്ക് കൽപ്പിച്ചു തരും. താങ്ക് യു. ഗാഡ് ബ്ലെസ് യു ആൾ.